ഹലോ, കഴിഞ്ഞ ദിവസം ഞാൻ തേങ്ങ എയർ ഫ്രയറിൽ വറുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീലിൻ്റെ താഴെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഏത് എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡാണ് നല്ലതെന്നൊക്കെ. ഇത് പിജിയോൻ്റെ എയർ ഫ്രയറാണ്. 2023 സെപ്റ്റംബറിൽ ഞാൻ വാങ്ങിയതാണ്. ആമസോണിൽ നിന്നാണ്. അന്ന് ഏകദേശം 2600 രൂപയ്ക്ക് വാങ്ങിയതാണ്. 2 വർഷം ആവാറായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കിത് ആക്ച്വലി നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ട് എയർ ഫ്രയർ യൂസ് ചെയ്യുന്നത് ഇതാണ്. അതിനു മുമ്പ് എനിക്കറിയുന്നവർക്കൊന്നും ഒരു എയർ ഫ്രയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇതിനിങ്ങനെ ഒരു ടച്ച് ഡിസ്പ്ലേ ഉണ്ട് മുകളിൽ. ആ ടച്ച് ഡിസ്പ്ലേയിലാണ് നമുക്കിതിൻ്റെ മോഡുകളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുക. അവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്കിതിങ്ങനെ ഈ മോഡുകളൊക്കെ സെലക്റ്റായിട്ട് മീൻസ് ഡിസ്പ്ലേഡ് ആയിട്ട് വരും. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള മോഡുകളിലേക്ക് നമുക്ക് മാറ്റാം. ഈ എം എന്ന് പറയുന്നതാണ് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സംഭവം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം, റൈറ്റ് സൈഡിൽ നമുക്ക് ടൈമും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും ബേക്ക് ചെയ്യാനും ഡീഫ്രോസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ എയർ ഫ്രയർ യൂസ് ചെയ്യാറ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം മീനൊക്കെ വറുത്ത് നോക്കിയിട്ടുണ്ട്, ഫ്രൈംസ് വറുത്ത് നോക്കിയിട്ടുണ്ട്, നമ്മൾ ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇതിനകത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. സോ പേഴ്സണലി ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പറയാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുരുമ്പ് പിടിക്കും. ഇത് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു ബ്രൗൺ കളർ സ്പോട്ടുണ്ട്. അത് ഞങ്ങൾ ഈ എയർ ഫ്രയർ വീട്ടിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്തോ നനവ് അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷേ ഈ 2 വർഷത്തിനിടയിൽ ഇപ്പോഴാണ് ഇതിനിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്. സോ പേഴ്സണലി എനിക്ക് ഈ പ്രോഡക്റ്റ് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എയർ ഫ്രയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും എന്നുള്ളത് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ കമൻറ്റ് പിന്നെ ഒരു വീഡിയോയിൽ പറയാം.